നമസ്തേ. സുഭാഷിതം. സ്വഭാവോ നോപദേശേന ശക്യതേ കർത്തുമന്യഥാ സുതപ്തമപി പാനീയം പുനർഗച്ഛതി ശീതതാം. ഉപദേശം കൊണ്ട് മാത്രം സ്വഭാവം പരിവർത്തനം ചെയ്യാൻ സാധിക്കയില്ല എന്ന് പറയുമ്പോൾ വെള്ളം തിളച്ചതാണെങ്കിൽ കൂടി ക്രമേണ ശീതളമായിത്തീരുന്നു. അപ്പോൾ രണ്ടും തമ്മിൽ വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. എന്നിരുന്നാലും അത് ഒന്നുകൂടി നമ്മൾ പറയുമ്പോൾ ഉപദേശം കൊണ്ട് മാത്രം സ്വഭാവ പരിവർത്തനം ചെയ്യാൻ സാധിക്കയില്ല. അപ്പോൾ ഒരാളെ ഉപദേശിച്ചു, ആ ആള് ഉപദേശം കേട്ടിട്ട് സ്വഭാവം പരിവർത്തനം ചെയ്യുമോ? ഇല്ല. അതാദ്യം നമ്മൾ ഒരാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലിട്ടത് ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അദ്ദേഹം പറയുന്ന വഴിയിലൂടെ പോയാൽ നമ്മുടെ വിഷയങ്ങൾ സാധൂകരിക്കപ്പെടുമോ? നമ്മുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കപ്പെടുമോ? നമുക്ക് നന്മയുണ്ടാകുമോ? നമുക്ക് നേട്ടമുണ്ടാകുമോ? നമുക്ക് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നൊരു ചിന്തനം നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ പ്രവർത്തിക്കണം. ഒരാൾ ഉപദേശിക്കുമ്പോൾ അത് കേട്ടിട്ട് ഇതിലേ കേട്ടതിലേ പോയിട്ട് കാര്യമില്ല, അതിൽ പ്രവർത്തിക്കണം. പ്രവർത്തിക്കുമ്പോഴാണ് സ്വഭാവ പരിവർത്തനമുണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കുട്ടികൾ പറയും, മോനെ രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, പല്ല് തേച്ച് മുഖം കഴുകാലും പോരാ, അത് രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, ഗൃഹപാഠത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, പഠിക്കാനുള്ളത് പഠിക്കുക, അല്ലെങ്കിൽ പൂജ ചെയ്യുക, അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യാനുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ ചെറുപ്പത്തിലെ ശീലിക്കുന്ന കുട്ടികളുണ്ടാകാം. കാരണം ഇന്നത്തെ കാലത്ത് അതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അവരോട് പറയുക രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർ നല്ല സുഖമാണ് രാവിലെ കിടന്നുറങ്ങാൻ അല്ലേ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറാതെ ഒരാളുടെ ഉപദേശം കേൾക്കുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ സ്വഭാവത്തിന് പരിവർത്തനമുണ്ടാകുമെന്നാണ് സുഭാഷിതം പറയുന്നത്. പിന്നെ പറയുന്നത് വെള്ളം തിളച്ച് കുറച്ച് വളരെ 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 സാവകാശം അത് തണുക്കുന്നു. അപ്പോൾ എപ്പോഴും വെള്ളം തിളച്ചതായിട്ട് നിൽക്കില്ല, കുറേ സമയം കഴിയുമ്പോൾ അതിന് പരിവർത്തനം ഉണ്ടാകുന്നു അല്ലേ എന്നാണ് സുഭാഷിതത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, എന്നാൽ അത് ശീതളത്വത്തിലേക്ക്, അതിൻ്റെ തണുപ്പ അവസ്ഥയിലേക്ക് മാറും. ഒരിക്കലും തിളച്ച വെള്ളം അങ്ങ് നിൽക്കില്ല. നിൽക്കണമെങ്കിൽ തന്നെ ഒരു സമയം വരെ അതിനെ നിലനിർത്താനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അത് പിന്നെയും തണുപ്പിലേക്ക് മാറും. അപ്പം അതുകൊണ്ട് ഒരാളുടെ സ്വഭാവ രൂപീകരണം കൊടുക്കുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ, നിരന്തരമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ അത് പരിവർത്തനത്തിലേക്ക് വരികയുള്ളൂ എന്ന് സുഭാഷിതം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഓക്കെ.